അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ പോകുന്നത് കോഴിക്കോടിൻ്റെ ഹൂറി എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല നമ്മളെ മിഠായി തെരുവിലേക്കാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. കുറച്ച് മുന്നേ ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് ബീച്ചിൽ പോയിരുന്നു. അപ്പോൾ അന്ന് തന്നെയാണ് നമ്മൾ മിഠായി തെരുവിലും പോയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മിഠായി തെരുവിലേക്കാണ് അന്ന് പോയത്. പിന്നെയാണ് നമ്മൾ കുറച്ച് ടൈമൊക്കെ കിട്ടിയപ്പോൾ ബീച്ചിലും പോകാറിഞ്ഞിട്ട് അങ്ങനെ ബീച്ചിലൊക്കെ പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മിഠായി തെരുവിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കാണാം. ഇപ്പോൾ നമ്മൾ തീരദേശ വഴിയാണ് പോകുന്നത്, താന്നൂർ അതുവഴി. ഇപ്പോൾ താന്നൂർ ആ ഒരു ഭാഗം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കടലിൻ്റെ ഒക്കെ അടുത്ത് കൂടി ഉള്ളൊരു റോഡാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കാണാൻ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ അതൊക്കെ. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ വരും, ടിൻഡിം ബെല്ലൈക്കണ് ഒന്ന് ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, എല്ലാവർക്കും വീഡിയോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ കടലുണ്ടി ആ ഒരു ഭാഗം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ പുഴ ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ. നമ്മൾ ഏകദേശം കോഴിക്കോടൊക്കെ അടുത്തെത്താറായി, മിഠായി തെരുവിൻ്റെ ആ ഒരു ഭാഗത്ത് എത്താറായി. അപ്പോൾ നമ്മളിപ്പോൾ കാറ് എവിടെ പാർക്ക് ചെയ്യുക എന്നുള്ളതിൽ ഇങ്ങനെ നടക്കട്ടെ, എവിടെ നമ്മൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരെ ഷോപ്പിലേക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവർ നമ്മളെയും കൂടി കൂട്ടിയതാണ്. അവിടെ ഇങ്ങനെ സുഖമില്ലായിരിക്കുമല്ലോ, അപ്പോൾ ബോറടിക്കണ്ട എന്നുള്ള ഇതിൽ അങ്ങനെ നമ്മളെയും കൂടി കൊണ്ടുപോയതാണ്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടക്കണം കേട്ടോ. എന്ത് നല്ല ഡ്രസ്സുകളാണ്, എൻ്റെ അമ്മ! കണ്ടിട്ട് ഇങ്ങനെ കണ്ണ് വിളിക്കുന്നത്. അധികം റേറ്റും ഇല്ല കേട്ടോ ഒന്നിനും, നല്ല വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്കിങ്ങനെ എല്ലാതും ഇങ്ങനെ വാങ്ങാനും അങ്ങൊന്നും പറ്റില്ലല്ലോ, ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുക അങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള മാക്സിയൊക്കെ നല്ല മാക്സികളുണ്ടായി. അതുപോലെ കഫ്താൻ, ഇപ്പോൾ മോഡൽ മാക്സി ഉണ്ടല്ലോ, കഫ്താൻ മാക്സി, അതൊക്കെ നല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഷർട്ടിൻ്റെ ഒക്കെ ഷോപ്പിൽ കയറിയതാണ്. അപ്പോൾ ഇവിടുന്ന് ഇക്കാക്ക് 2 ഷർട്ടും, ഇക്കാക്ക് ഒരു ഷർട്ടും ടീഷർട്ടും, മോനക്ക് ഒരു ഷർട്ടും ഒരു ടീഷർട്ട് ഇവിടുന്ന് എടുത്തിട്ടോ. ഇത് പിന്നെ അവിടെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഫ്രണ്ട്, അവരെ ഷോപ്പിലേക്ക് എടുക്കുമ്പോൾ അങ്ങനെ നമ്മളും വാങ്ങിയതാണ്. പിന്നെ നമ്മൾ അവിടുന്ന് ഒക്കെ ഇറങ്ങി. അപ്പോൾ അവർക്ക് വേറെയും പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വേറെ ഷോപ്പിലേക്കൊക്കെ പോയി. പിന്നെ ഞാനും ഒക്കെയും കൂടി അവിടെ എല്ലായിടത്തും ഫസ്റ്റ് ടൈമാണല്ലോ നമ്മൾ പോണത്. മുന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവിടെ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ അനിയത്തി മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞിരുന്നു അവിടെ ഒരു 25 രൂപ 30 രൂപ അങ്ങനെ എന്തോ ആണ് ഏതെടുത്താലും ആ ഒരു ഷോപ്പിൽ കയറണം. അപ്പോൾ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ നിന്ന ആ ഒരു ഭാഗത്ത് തന്നെയായിരുന്നു ഈ ഒരു ഷോപ്പ്. ഏതെടുത്താലും 30 രൂപ. അപ്പോൾ അവിടെ ഒന്ന് കയറി നോക്കിയപ്പോൾ നല്ല എല്ലാ സാധനങ്ങളും നമ്മൾക്ക് ആവശ്യപ്പെട്ട ഒരുപാട് സാധനങ്ങളുണ്ടെന്ന്. ഏതെടുത്താലും 30 രൂപയുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചൊക്കെ വാങ്ങി. ഞാൻ മെയിനായിട്ട് ചെടിച്ചട്ടിയൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. ചെടിച്ചട്ടി, പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു 2-3 ചെറിയ ചെറിയ സംഭവങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾക്ക് കുറേ ഇങ്ങനെ മുന്നേ എനിക്കൊരു ആഗ്രഹം അത് വാങ്ങണം. പക്ഷേ നമ്മളാണെങ്കിൽ ആ ഒരു ഷോപ്പിൽ എത്തിപ്പെടില്ല, വാങ്ങാൻ കഴിഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടുന്ന് അങ്ങനെ വാങ്ങി. പിന്നെ ചെടിച്ചട്ടിയാണ്. ചെടിച്ചട്ടിക്കൊക്കെ നല്ല വലിയ ഈ ഒരു ബ്ലാക്കൊക്കെ ഉണ്ടല്ലോ, ബ്ലാക്ക്, അതൊക്കെ ഒന്നിന് 30 രൂപയുള്ളൂ. ഈ റെഡിനും 30 രൂപ തന്നെയാണ് കേട്ടോ. പിന്നെ റെഡ് ബ്ലാക്കിനേക്കാളും കുറച്ചൊരു ചെറുതാണ്, എന്നാലും നല്ല വലിയ ചട്ടി തന്നെയാണ്. ഞാൻ റെഡാണ് എടുത്തത്. പിന്നെ റെഡിന് എപ്പോഴും നമ്മൾ ഇവിടുന്നൊക്കെ നമ്മളിവിടെ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിലും റെഡിന് വില കൂടുതലാണ് ഉണ്ടാവാറ്. അപ്പോൾ 30 രൂപേൻ്റെ 5 ചെടിച്ചട്ടി അങ്ങനെ വാങ്ങിയത്. പിന്നെ ഇൻഡോറിൻ്റെ 2 പോട്ടും കൂടി അതും വേറെ വാങ്ങിയിരുന്നു കേട്ടോ. അത് 30 രൂപ. അല്ല, നമ്മൾ വേറെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ.
അന്നൊരു അവധി ദിവസമായതിനാൽ ഒരുപാട് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വന്നവർ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഓണമൊക്കെ ആയല്ലോ, അപ്പോൾ ഓണത്തിൻ്റെ പർച്ചേസിങ്ങും ഒക്കെ ആവും. പിന്നെ നല്ല ബാഗുകളൊക്കെ ഉണ്ട്. ബാഗിനൊക്കെ നല്ല റേറ്റ് കുറവാണ്. ഞാനും ഒരു ബാഗ് വാങ്ങി. അത് ഇത്രയും 300 രൂപയാണ്. നല്ല ഒരു വൺ സൈഡ് ബാഗ് കേട്ടോ. ഇനി 200ൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. പല റേറ്റിൻ്റെ അതുകൊണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമായത് ഫസ്റ്റ് ഞാൻ 200 രൂപേൻ്റെ എടുത്ത്, പിന്നെയാണ് ആ 300 രൂപേൻ്റെ ബാഗ് കണ്ടപ്പോൾ അത് ഒന്നും കൂടി ഇഷ്ടമായപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ബാഗ് വാങ്ങി. പക്ഷേ അതൊന്നും ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചിട്ട് വീഡിയോ എടുത്തതിൽ അതൊന്നും പെട്ടിട്ടില്ല. പിന്നെ കുറേ വീഡിയോ എടുത്തിട്ട് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ എടുക്കാനൊക്കെ ഉണ്ട്. പിന്നെ കുറേ വീഡിയോ എടുത്ത് ലെങ്ത്ത് കൂടിയിട്ട് കാണുന്നവർക്കും കൂടി ഒരു ബോറാവൂലേ. അത് കാരണം നമ്മൾ കുറേ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്. ഇപ്പോൾ അത് നമ്മളെ കോഴിക്കോടൻ ഹൽവ വാങ്ങാൻ ഷോപ്പിൽ കയറിയതാണ്. നമ്മളെ നല്ല ടേസ്റ്റുള്ള, നമുക്ക് അവിടുന്ന് ടേസ്റ്റ് നോക്കാൻ അവർ തന്നിരുന്നിട്ട്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ നല്ല പഞ്ഞി പോലുള്ള ഹലുവയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനും. അപ്പോൾ അത് അവിടുന്ന് അങ്ങനെ എല്ലാവരും കൂടി കുറേശ്ശെ അങ്ങനെ വാങ്ങി. ഡെയിലി വെയർ ഡ്രസ്സും പാർട്ടി വെയറും 3 പീസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. 3 പീസൊക്കെ നല്ല ഭംഗിയുള്ള 3 പീസായിരുന്നു. പിന്നെ 2 അങ്ങനെയൊക്കെ ഓഫറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 500 രൂപയ്ക്ക് 2. പിന്നെ എന്താ പറയുക, ഡെയിലി വെയർ ആണെങ്കിൽ 200 രൂപ, ആ ഒരു റേറ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കലും അങ്ങനെ കാഴ്ചകളും കണ്ടതിന് ശേഷം നമ്മൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളി സദ്യ കഴിച്ച് പായസം തൈരും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അവർക്ക് അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും.